Dear students, welcome back to the next class of biology. ഇപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സോട് കൂടി നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അവസാനിച്ചു. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് എന്തിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്? ഫോട്ടോസിന്തസൈസ് എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് അല്ലേ. അതിൽ നമ്മൾ എന്താണ് ഫോട്ടോസിന്തസൈസ് എന്ന് പഠിച്ചു. ഫോട്ടോസിന്തസൈസ് പ്ലാന്റ്സിന്റെ ഏത് പാർട്ടിൽ വെച്ചിട്ടാണ് നടക്കുന്നതെന്ന് പഠിച്ചു അല്ലേ. ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചിട്ടാണ്. അതിലുള്ള പിഗ്മെന്റ്സ് ഏതൊക്കെയാണ്. അത് കൂടാതെ നമ്മുടെ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസൈസ് പഠിച്ചു അല്ലേ. ഈ കെമിസ്ട്രി ഓഫ് ഫോട്ടോസിന്തസൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോട്ടോസിന്തസൈസ് എന്നുള്ള പ്രോസസ്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ പഠിച്ചത്. അതായത് 2 ഘട്ടങ്ങളിലാണ് നടക്കുന്നത്. ലൈറ്റ് ഫേസ് ഉണ്ട്, ഡാർക്ക് ഫേസ് ഉണ്ട്. അത് കൂടാതെ അതിൽ ലാസ്റ്റ് എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് ഓക്സിജനും ഗ്ലൂക്കോസും ഫോം ചെയ്തു. പിന്നീട് ഈ ഗ്ലൂക്കോസിനുള്ള ചേഞ്ചസ് എങ്ങനെയൊക്കെയാണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഓഷ്യനിൽ വെച്ച് നടക്കുന്ന ഫോട്ടോസിന്തസൈസ് എക്സ്പ്ലെയിൻ ചെയ്തു. ദെൻ നമ്മളിന്ന് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരാണ് ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട്. ഓക്കെ, എന്താണ് ഫുഡ് ത്രൂ ഡൈജസ്റ്റീവ് ട്രാക്ട്? ഇതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിന്റെ പേര്. അപ്പൊ നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റും നോട്ടും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമുക്കറിയാം, ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പ്ലാന്റ്സ് ഫുഡ് തന്നു അല്ലെ. ഫോട്ടോസിന്തസൈസ് വഴി അവർ ഫുഡ് പ്രിപ്പയർ ചെയ്തു. ഏതൊക്കെയാണ് ആ ഫുഡ്? ഗ്ലൂക്കോസ് തന്നെ ഡിഫറെന്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു നമ്മൾ പഠിച്ചു അല്ലേ. ഏതൊക്കെയാണ്? സ്റ്റാർച്ച് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഏതില്? ട്യൂബേഴ്സില്. ദെൻ ലെഗ്യൂംസിൽ പ്രോട്ടീൻ ആയിട്ട് അത് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓയിൽ സീഡ്സിൽ ഫാറ്റ് ഫോമിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് ഫ്രൂട്ട്സിൽ ഫ്രക്ടോസ് ഫോമിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഷുഗർ കെയിനിലൊക്കെ സൂക്രോസ് ഫോമിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഡിഫറെന്റ് പ്ലാന്റ്സിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫുഡ് കിട്ടണം. ആനിമൽസ് ഈ ഫുഡ് എടുത്തു. ഓക്കെ, അതിനുശേഷം ഈ ഫുഡിന് വരുന്ന ചേഞ്ചസ്, ഓക്കെ, ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് അതായത് പ്ലാന്റ്സിൽ നിന്നും ആനിമൽസ് ആ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ ആ ഫുഡിന് വരുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഈ ഒരു ചാപ്റ്ററിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ടീച്ചർ ഈ കാണിച്ചിട്ടുള്ളതാണ് ആ പിക്ചർ. എല്ലാവരും ഈ പിക്ചറിലോട്ട് നോക്കുക. ഇതില് ആദിത്യൻ ഈസ് റീഡിങ് എ ക്വസ്റ്റ്യൻ ഫ്രം ദ ഡൗട്ട് ബോക്സ് മെയിൻറ്റെയിൻഡ് ബൈ ദ സയൻസ് ക്ലബ്. ആദിത്യൻ എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഡൗട്ട് ബോക്സിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നുണ്ട് അല്ലെ. എന്താണ് ആ ക്വസ്റ്റ്യൻ? The plants which prepare and use food by themselves do not have digestive system. Then why do we who receive food from plants have a digestive system? എന്താണ് പറയുന്നത്? പ്ലാന്റ്സ് ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. അതുപോലെ തന്നെ അവർ ആ ഫുഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പ്ലാന്റ്സിന് എന്തില്ല? ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഫുഡ്, അവർക്ക് ഫുഡ് ആവശ്യമുണ്ട്. എന്നാലും അവരിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഇല്ല. എന്നാൽ ഈ ഫുഡ് റിസീവ് ചെയ്യുന്ന പ്ലാന്റ്സിൽ നിന്നും ഈ ഫുഡ് റിസീവ് ചെയ്യുന്ന ആളുകൾ അതാരാണ്? ആനിമൽസ് ആണല്ലേ. ഈ ആനിമൽസിന് എന്തിനാണ് ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റം? അതാണ് ആരുടെ ഡൗട്ട്? ആദിത്യൻ ആ ഡൗട്ട് ബോക്സിൽ നിന്ന് എടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. ആ കുട്ടികളുടെ ഡൗട്ടാണത്. ഓക്കെ, അപ്പൊ എന്താണ് ആദിത്യന്റെ ഡൗട്ട്? എന്താണ്? പ്ലാന്റ്സ് ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. പ്ലാന്റ്സ് ആണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുക. ഇനി അവർ പ്രിപ്പയർ ചെയ്ത ഫുഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവരും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്കൊരു ഡൈജസ്റ്റീവ് ട്രാക്ട് ഒന്നുമില്ല, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒന്നുമില്ല. എന്നാൽ അവരിൽ നിന്നും ഫുഡ് അബ്സോർബ് ചെയ്യുന്ന ആനിമൽസിനൊക്കെ, എല്ലാ ആനിമൽസിനും ഹ്യൂമൻസിന് വരെ എന്തുണ്ട്? ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് ട്രാക്ട് ഉണ്ട്. അപ്പൊ എന്തിനാണ് നമുക്കൊരു ഡൈജസ്റ്റീവ് ട്രാക്ട്? എന്തിനാണ് നമുക്ക് ഡൈജസ്റ്റീവ് ട്രാക്ട്? എന്തിനു വേണ്ടിയിട്ടാണ്? ആനിമൽസിന് എന്തിനാണ് ഒരു ഡൈജസ്റ്റീവ് ട്രാക്ട്? അപ്പൊ നമുക്കറിയാം, പ്ലാന്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മളത് എടുത്താൽ അതിലുള്ള ന്യൂട്രിയൻസ് എന്തില്ല, നമുക്ക് കിട്ടില്ല. കാരണം ആ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? അതിനുള്ളിലെ ന്യൂട്രിയൻസ് കിട്ടുള്ളൂ അല്ലേ. അപ്പൊ നമുക്കറിയാം, വി ഗെറ്റ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ലൈഫ് ആക്ടിവിറ്റീസ് ഫ്രം ദ ഫുഡ് വി ഗെറ്റ് ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നുള്ളൂ?
നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നുള്ളൂ. ഇനി ആ ഫുഡ് തന്നെ നമ്മൾ ഡയറക്റ്റ് അങ്ങ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ന്യൂട്രിയൻസ് കിട്ടില്ല. നമ്മൾ കഴിക്കുന്ന ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ന്യൂട്രിയൻസ് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പ്രോസസ്സ് അറിയപ്പെടുന്ന പേരാണ് ഡൈജഷൻ. എന്താണ് ആ പ്രോസസ്സ്? ഡൈജഷൻ. അപ്പോ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈജഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ഡൗൺ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ ഓഫ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിമ്പിൾ സോലുബിൾ ആൻഡ് അബ്സോർബിൾ ഫോം. എന്താണ്? സിമ്പിൾ ആക്കി മാറ്റുക കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ സിമ്പിൾ ആൻഡ് അബ്സോർബിൾ, നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ആ ഫോമിലോട്ട് ആ ഫുഡിനെ ചേഞ്ച് ചെയ്തെടുക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഡൈജഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് നടത്തുന്ന ഓർഗൻസ്, നമുക്ക് ഡിഫറെന്റ് ഓർഗൻസ് ഉണ്ട്. ഈ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ഓർഗൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഫുഡ് പോകുന്ന ഫസ്റ്റ് ഫുഡ് ഏത് ഭാഗത്തെത്തി, അവിടെ ആ ഫുഡ് അടുത്തത് എവിടേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പൊ ആ ഫുഡ് മൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ശരിക്കും ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയാ. ഓക്കെ, നമ്മുടെ ഫുഡ് ഏതൊക്കെ ഓർഗൻസിലൂടെയാണോ മൂവ് ചെയ്യുന്നത് അതിനെ കംപ്ലീറ്റ് നമ്മൾ പറയുന്നതാണ് ഡൈജസ്റ്റീവ് ട്രാക്ട് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് സർക്കുലേറ്ററി സിസ്റ്റം പഠിച്ചിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെയുള്ള ഒരു സിസ്റ്റമാണ് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം. നമുക്ക് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. അതിന് മുന്നേ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ന്യൂട്രിയൻസ് കിട്ടുന്നത് എന്നല്ലേ. നമ്മൾ പറഞ്ഞു വി ഗെറ്റ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ലൈഫ് ആക്ടിവിറ്റി ഫ്രം ദ ഫുഡ് വി ഗെറ്റ് ഈറ്റ്. നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നത്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, എത്ര ടൈപ്പ് ന്യൂട്രിയൻസ് ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ന്യൂട്രിയൻസ്? എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ചെറിയ ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചതാണ്. ഫസ്റ്റ് ന്യൂട്രിയന്റ് ആണ് കാർബോഹൈഡ്രേറ്റ്. നിങ്ങൾ 6th ബേസിക് സയൻസിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് ഒരു ന്യൂട്രിയന്റ് ആണ്. രണ്ടാമത്തെ ന്യൂട്രിയന്റ് ആണ് പ്രോട്ടീൻ. പ്രോട്ടീനെ കുറിച്ച് പഠിച്ചിട്ടില്ലേ? കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട് നമ്മുടെ ബോഡിയില്, പ്രോട്ടീൻ ഉണ്ട്. തേർഡ് വൺ ഫാറ്റ് ഉണ്ട്. ഓക്കെ, ഫാറ്റ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഫോർത്ത് വൺ മിനറൽസ് ഉണ്ട്. ഫിഫ്ത്ത് വൺ വൈറ്റമിൻസ് ഉണ്ട്. ദെൻ സിക്സ്ത് വൺ വാട്ടർ. അപ്പൊ നോക്കുക, നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന 6 ന്യൂട്രിയൻസ് ആണ് ഏതൊക്കെ? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ്, വൈറ്റമിൻ ആൻഡ് വാട്ടർ. ഇനി നോക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 20 ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ടേബിൾ ആണ്, അതിൽ ന്യൂട്രിയൻസ് എന്ന് തന്നിട്ടുണ്ടായിരിക്കും. സെക്കൻഡ് കോളം ഫംഗ്ഷൻ എന്നും തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഓരോ ന്യൂട്രിയൻസിന്റെയും ഫംഗ്ഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. കാർബോഹൈഡ്രേറ്റ് ഈ ഒരു ന്യൂട്രിയന്റിന്റെ ഫംഗ്ഷൻ എന്താണ്? മെയിൻലി ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത് ആൻഡ് എനർജി. നമുക്ക് എനർജിയും ഗ്രോത്തും തരുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് ഇത്, കാർബോഹൈഡ്രേറ്റ്. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്? ഹെൽപ്ഫുൾ ഫോർ അല്ലെങ്കിൽ മെയിൻലി ഫോർ ഗ്രോത്ത്. അതുപോലെ തന്നെ വി ഗെറ്റ് എനർജി ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്തും ചെയ്യുന്നുണ്ട്, ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ ഫംഗ്ഷൻ? മെയിൻ ആയിട്ട് ഗ്രോത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തതാണ് പ്രോട്ടീൻ. നമുക്ക് അറിയുന്ന കാര്യമാണ് പ്രോട്ടീൻ. ഇപ്പൊ ഈ കാർബോഹൈഡ്രേറ്റിന്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ കലോറി ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് കലോറി എന്നാ പറയാ. അപ്പൊ കാർബോഹൈഡ്രേറ്റ് പ്രൊഡ്യൂസ് കലോറി. ഈ കലോറിയിൽ നിന്നാണ് നമ്മളുടെ ഗ്രോത്തും അതുപോലെ തന്നെ നമുക്ക് എനർജിയും കിട്ടുന്നത്. ഇനി നോക്കാം പ്രോട്ടീന്റെ കേസ് നോക്കാം. പ്രോട്ടീൻ പ്രൊഡ്യൂസ് അമിനോ ആസിഡ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ പ്രോട്ടീന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് തരാണ്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മുടെ ബോഡിയിലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ് ഏത്? പ്രോട്ടീൻ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും പ്രോട്ടീൻ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഒരു ഡിസീസാണ് കോഷിയോർക്കർ സിൻഡ്രോം എന്ന് പഠിച്ചിട്ടുണ്ടോ? കോഷിയോർക്കർ കുട്ടികളിൽ കാണപ്പെടുന്ന ഒരു അസുഖമാണ്. പ്രോട്ടീന്റെ അളവ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വളർച്ച മുരടിക്കുക, സ്റ്റണ്ടഡ് ഗ്രോത്ത്, വളർച്ച മുരടിക്കുന്ന ഒരവസ്ഥയാണ് കോഷിയോർക്കർ എന്ന് പറയുന്ന ഡിസീസ്. ആകെ കുട്ടി മെലിഞ്ഞുണങ്ങി വയറൊക്കെ ഉന്തി അധികം ഹൈറ്റും വെയിറ്റും ഒന്നും ഇല്ലാത്ത കുട്ടികളായിരിക്കും ഈ കോഷിയോർക്കർ വന്ന കുട്ടികൾ. ഓക്കെ, അപ്പൊ അത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണെന്ന് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ
അപ്പൊ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? മെയിനായിട്ടും നമ്മുടെ ഗ്രോത്ത്, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ന്യൂട്രിയന്റ് ആണ് ഏത്? പ്രോട്ടീൻ. അപ്പം പ്രോട്ടീൻ എന്തിനാണ്? ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനാണ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനാണ് ആര്? പ്രോട്ടീൻ. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനാണ് പ്രോട്ടീൻ. ദെൻ ഫാറ്റ് നമുക്കറിയാം. ഫാറ്റിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? വി ഗെറ്റ് എനർജി ഫ്രം ഫാറ്റ്. എനർജിയാണ് നമുക്ക് എന്തിന്ന് കിട്ടുന്നത്? ഫാറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പൊ എനർജി കിട്ടുന്നത് എവിടെ നിന്നാണ്? ഫാറ്റിൽ നിന്നുമാണ്. ദെൻ മിനറൽസ് ഏതൊക്കെയാണ്? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് മിനറൽസ്? സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അയേൺ ഉണ്ട് അല്ലെ? അതൊക്കെ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മിനറൽസ് ആണ്. ഇനി എന്തിനാണ് ഈ മിനറൽസ് ഒക്കെ? കാൽഷ്യം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കാൽസ്യം എന്തിനുള്ളതാണ്? നമ്മളെ ബോൺ ഫോർമേഷൻ ആണ് അല്ലെ? എല്ലുകളൊക്കെ ബലം വെക്കാൻ, ടീത്തിന്റെയും ബോൺസിന്റെയും ഒക്കെ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആര്? കാൽഷ്യം. അപ്പൊ കാൽഷ്യം എന്ന് പറയുന്നത് ബോൺ ഫോർമേഷൻ ആണ്. പിന്നെ ബാക്കി ഒരുപാട് ഉണ്ട്. ഏതൊക്കെയാണ്? പൊട്ടാസ്യം, സോഡിയം, അയേൺ. അപ്പൊ നിങ്ങൾ എഴുതണം, മിനറൽസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഫോർമേഷൻ ഓഫ് ബോൺസ്, അതുപോലെ തന്നെ ബ്ലഡ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അയേൺ ഒക്കെ ബ്ലഡ് ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കിഡ്നി ഫംഗ്ഷനിങ്ങിനൊക്കെ നമ്മുടെ മിനറൽസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം മിനറൽസിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ, ഒന്നെങ്കിൽ മെയിൻലി ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് എഴുതാം. അതല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? ബോൺ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. ബോൺ ഫോർമേഷൻ, അതുപോലെ തന്നെ പിന്നെ എന്താണ്? ബ്ലഡ് ഫോർമേഷൻ. ബോൺ ഫോർമേഷൻ, ബ്ലഡ് ഫോർമേഷൻ. ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ് അല്ല? ഇതൊക്കെ അതിന്റെ ഫങ്ഷൻസ് ആണ്. അപ്പൊ മിനറൽസ് എന്തിനൊക്കെയാണ്? ഡിഫറെന്റ് ടൈപ്സ് മിനറൽസ് ആണ്. കാൽഷ്യം ഉണ്ട്, സോഡിയം, പൊട്ടാസ്യം, അയേൺ. ഇത് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബോൺ ഫോർമേഷൻ, ബ്ലഡ് ഫോർമേഷൻ, അതുപോലെ തന്നെ കിഡ്നി ഫംഗ്ഷനിങ്ങിനൊക്കെയാണ് മിനറൽസ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ വൈറ്റമിൻസ് നമുക്കറിയാം. നമ്മുടെ ബോഡിയിൽ എത്ര വൈറ്റമിൻസ് ഉണ്ട്? 5 ടൈപ്പ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ്? വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ബി ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. ABCDE ഇത്രയും വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഇതിൽ വൈറ്റമിൻ എയുടെ കേസ് നമുക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സൈറ്റിലെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്, വിഷന് വേണ്ടിയിട്ട്, ഐയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഐ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ കാഴ്ചയെ പ്രൊട്ടക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് ഏത്? വൈറ്റമിൻ എ. അത് കഴിഞ്ഞ് നമുക്ക് വൈറ്റമിൻ ബി അറിയാം. വൈറ്റമിൻ ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിന് സഹായിക്കുന്നുണ്ട്, ബ്ലഡ് ഫോർമേഷന് സഹായിക്കുന്നുണ്ട്. അത് തന്നെയാണ് വൈറ്റമിൻ സിയും. സ്കിന്നിന്റെ ഫോർമേഷനും സ്കിന്നിന്റെ ഹെൽത്തിനും ബ്ലഡ് ഫോർമേഷനും ഒക്കെ വൈറ്റമിൻ സിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബോൺ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ആണ്. അടുത്ത വൈറ്റമിൻ ഇ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്യൂട്ടി വൈറ്റമിൻ ആണ്. നമ്മുടെ സ്കിന്നിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, സ്കിൻ ഫോർമേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്രയും വൈറ്റമിൻസ് ഉണ്ട് അല്ലേ? അപ്പൊ വൈറ്റമിൻസ് ഒക്കെ എന്തിനാണ്? നമ്മുടെ ഫിസിയോളജിക്കൽ, മെയിൻലി ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. ദെൻ ലാസ്റ്റ് ആണ് വാട്ടർ. വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ എല്ലാ ഫങ്ഷൻസും നടക്കണമെങ്കിൽ ആര് വേണം? വാട്ടർ വേണം. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും കൃത്യമായി ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവിടെ ആര് വേണം? വാട്ടർ വേണം. അപ്പൊ നോക്കാം, നമുക്കറിയാം വാട്ടർ എന്തിനാണ്? വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ഓൾ ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ദ ഓർഗൻസ്. നമ്മുടെ ബോഡിയിലെ എല്ലാ ഓർഗൻസിന്റെയും പ്രോപ്പർ ഫങ്ഷനിങ്ങിനും, അതല്ലെങ്കിൽ എസെൻഷ്യൽ ഫോർ ഓൾ ആക്ടിവിറ്റീസ്, ഇതിനൊക്കെ എന്ത് വേണം? വാട്ടർ വേണം. ബ്ലഡ് ഫോർമേഷൻ ഒക്കെ വാട്ടർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എഴുതി വെക്കുക, എസെൻഷ്യൽ ഫോർ ഓൾ ആക്ടിവിറ്റീസ്. എല്ലാ ആക്ടിവിറ്റീസും, ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസും നടക്കണമെങ്കിൽ ആര് വേണം? വാട്ടർ വേണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെ നമുക്ക് കിട്ടുന്ന ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, വൈറ്റമിൻസ് ഉണ്ട്, ദെൻ വാട്ടർ ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മെയിൻലി ഫോർ ഗ്രോത്ത് ആൻഡ് എനർജി, പ്രൊവൈഡ് എനർജി. നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊവൈഡ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമ്മുടെ ബോഡിയിലെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ന്യൂട്രിയന്റ് എന്ന് പറയുന്നത് പ്രോട്ടീൻ ആണ്. അടുത്ത് ഫാറ്റ് ആണ്. ഫാറ്റിന്റെ ഫംഗ്ഷൻ എന്താണ്?
എനർജി, ഫാറ്റ് പ്രൊവൈഡ് എനർജി, നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഫാറ്റ് ആണ്. ദെൻ മിനറൽസ്, മിനറൽസ് ഏതൊക്കെയാണ്? കാൽഷ്യം ഉണ്ട്, സോഡിയം, പൊട്ടാസ്യം, അയേൺ. ഓക്കെ, ഇനി അതിൻ്റെ ഒക്കെ ഫംഗ്ഷൻ എന്താണ്? ബോൺ ഫോർമേഷൻ, ബ്ലഡ് ഫോർമേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മിനറൽസ് ആണ്. അത് കഴിഞ്ഞ് വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻ ഏതൊക്കെയാണ്? വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ. ഓക്കെ, അപ്പോൾ വൈറ്റമിൻ എ ആണ് നമ്മുടെ വിഷന് ഹെൽപ്പ് ചെയ്യുന്നത്. ബി ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്? സ്കിന്നിന്റെ ഹെൽത്തിനും ബ്ലഡ് ഫോർമേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടൂത്ത്, ഗമ്മ്, ഇതിന്റെ ഒക്കെ ഫോർമേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗമ്മിന്റെ ഒക്കെ ഓക്കെ, ബ്ലഡ് ഫോർമേഷൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആര്? സി. ദെൻ ഡി എന്ന് പറയുന്നത് ബോൺ ഫോർമേഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? ബ്ലഡ് ഫോർമേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയുമാണ് വൈറ്റമിൻസ്. പിന്നെ അത് കഴിഞ്ഞ് വാട്ടർ ആണ്. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് ഓൾ ഓർഗൻസ്. എല്ലാ ഓർഗൻസിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലെ എല്ലാ ആക്ടിവിറ്റീസും നടക്കണമെങ്കിലും വാട്ടർ ഈസ് എസെൻഷ്യൽ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? നെക്സ്റ്റ് നമ്മൾ കിടക്കുന്നത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെ കുറിച്ചാണ്. എന്താണ് ഡൈജസ്റ്റീവ് സിസ്റ്റം? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഓർഗൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ നോക്കാം, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഡൈജഷനെ കുറിച്ചും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ചുമാണ്. നോക്കാം, ഡൈജഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈജഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ് ഇൻ ടു സിമ്പിൾ അബ്സോർബിൾ ഫോം. എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡിനെ, കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ സിമ്പിൾ ആക്കിയിട്ട് അബ്സോർബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഡൈജഷൻ. ഓക്കെ, അപ്പൊ ഡൈജഷൻ ഈസ് ദ പ്രോസസ് ഓഫ് കൺവേർട്ട് ചെയ്യുക. ആരെ? കൺവേർട്ടിങ് കോംപ്ലക്സ് ഫുഡ് മെറ്റീരിയൽസ്, കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിനെ ഇൻടു ആരായിട്ട്? സിമ്പിൾ അബ്സോർബിൾ ഫോം. സിമ്പിൾ അബ്സോർബിൾ ഫോമിലോട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഫുഡ് മെറ്റീരിയലിനെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഡൈജഷൻ. ഓക്കെ, ഡൈജഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള ഓർഗൻസ് ഏതൊക്കെ, അല്ലെങ്കിൽ ഡൈജഷനിലെ കംപ്ലീറ്റ് ഓർഗൻസിനെയും കൂടി നമ്മൾ പറയുന്നതാണ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, അതിലുള്ള എല്ലാ ഓർഗൻസും അവർ ചെയ്യുന്ന ഫങ്ഷൻസ്, അങ്ങനെ ഡൈജഷൻ എന്നുള്ള പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്ന ആ ഓർഗൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഡൈജസ്റ്റീവ് ട്രാക്റ്റിലുള്ള ഓർഗൻസ് ഏതാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ എല്ലാവരും പേജ് നമ്പർ 20 ടീച്ചറി കാണിച്ചിട്ടുള്ള പിക്ചർ നോക്കുക. ഇതില് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഏറ്റവും ഫസ്റ്റ് പാർട്ടാണ് മൗത്ത്. ഈ കാണിച്ചിട്ടുള്ളതാണ് മൗത്ത്. അപ്പൊ നമ്മളെ ഫുഡ് ഫസ്റ്റ് എത്തുന്നത് എവിടെയാണ്? മൗത്തിലാണ്. രണ്ടാമത്തെ ലോങ് ട്യൂബ് അല്ലെങ്കിൽ പൈപ്പ് ഈസ് കോൾഡ് ഈസോഫാഗസ്. ഓക്കെ, ഈസോഫാഗസ്. ഇനി ഈസോഫാഗസിൽ നിന്നും ഫുഡ് എത്തുന്നത് സ്റ്റൊമക്കിലോട്ടാണ്. സ്റ്റൊമക്ക് കഴിഞ്ഞാൽ അടുത്ത ഭാഗമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ദിസ് ഈസ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, ദെൻ ദിസ് പാർട്ട് ഈസ് കോൾഡ് large intestine. Okay, ഇതാണ് large intestine. Then last part is anus. Okay. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ പിക്ചർ മനസ്സിലായോ? നമ്മുടെ ഫുഡ് ഏതൊക്കെ പാർട്ടിലൂടെയാണ് പോകുന്നത് നോക്കാം. ഈ ഓരോ പാർട്ടിൽ വെച്ചിട്ടുമാണ് ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ. എല്ലാ പാർട്ടിലും ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിൽ തന്നെ രണ്ട് പാർട്ടിൽ ഡൈജഷൻ നടക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഡൈജഷനും അബ്സോർപ്ഷനും ഒക്കെ ഏതൊക്കെ ഓർഗൻസിൽ വെച്ചിട്ടാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം, ഫസ്റ്റ് നമ്മുടെ ഫുഡ് എവിടെയാണ് എത്തുന്നത്? ഏത് പാർട്ടിലാണ് എത്തുന്നത്? മൗത്തിലാണ് ഫസ്റ്റ് എത്തുന്നത് അല്ലെ. മൗത്തിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ വായയിൽ കുറച്ചു നേരം ഫുഡ് നിൽക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ചൂയിങ് അല്ലെ, നമ്മൾ ചവച്ചരയ്ക്കാന്, ബൈറ്റ് ചെയ്യാൻ, കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും ഒക്കെ കുറച്ചു നേരം, അല്ലെങ്കിൽ അതിനെ ഗ്രൈൻഡ് ചെയ്യാനൊക്കെ കുറച്ചു നേരം ഫുഡ് എവിടെ നിൽക്കുന്നുണ്ട്? നമ്മുടെ മൗത്തിൽ നിൽക്കുന്നുണ്ട്. അതിനുശേഷം ആ ഫുഡ് പോകുന്ന ഈ പൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു ട്യൂബ് അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഈസോഫാഗസ്. പിന്നീട് ആ ഫുഡ് എവിടേക്കാണ് എത്തുക? ഈസോഫാഗസ്. ഓക്കെ, അപ്പൊ മൗത്തിൽ നിന്നും പിന്നെ ഫുഡ് ഈസോഫാഗസിൽ എത്തും. ഈസോഫാഗസിൽ നിന്നും പിന്നെ ആ ഫുഡ് ഫസ്റ്റ് എത്തുന്നത് നമ്മുടെ സ്റ്റൊമക്കിലാണ്. സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ ആമാശയം. സ്റ്റൊമക്കിലോട്ട് എത്തും. സ്റ്റൊമക്കിൽ നിന്നും പിന്നീട് ആ ഫുഡ് പോകുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ടാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ചെറുകുടൽ. നമ്മുടെ ചെറുകുടലിലോട്ട് പോകും. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിന്ന് പിന്നെ ആ ഫുഡ് എത്തുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലോട്ടാണ്. ഏത് ഭാഗത്താണ്?
ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ വൻകുടൽ. ഓക്കെ, അവിടെ നിന്ന് ലാസ്റ്റ് നമ്മുടെ ഫുഡ് അതിന്റെ വേസ്റ്റ് മെറ്റീരിയൽ പോവുക ഏനസിലോട്ടാണ്. ഓക്കെ, അപ്പൊ നോക്കുക, ഫസ്റ്റ് നമ്മുടെ ഫുഡ് മൗത്തിലെത്തും, അവിടെ നിന്ന് ഈസോഫാഗസിലോട്ട് കടക്കും, അവിടെ നിന്ന് സ്റ്റൊമക്കിലെത്തും, ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ, അത് കഴിഞ്ഞ് എവിടേക്ക് എത്തും? ലാസ്റ്റ് വേസ്റ്റ് മെറ്റീരിയൽ ഏനസിലോട്ട് എത്തും, അത് ഏനൽ ഓപ്പണിംഗ് വഴി പുറത്തോട്ട് പോകും. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഈ ഇത്രയും പാർട്ടിൽ വെച്ചിട്ട് നടക്കുന്ന ആ ഡൈജഷൻ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ ആ പ്രോസസ്സാണ് നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മുടെ ഫസ്റ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഫസ്റ്റ് ഓർഗൻ ആയിട്ടുള്ള മൗത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.